Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ്, നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. Okay then, come let's learn together. Let's begin the class. Positive economics and normative economics. First of all, എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്? പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി റെഫേർഡ് ടു ആസ് വാട്ട് ഈസ് എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു എക്കോണമിയിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇൻകം ഇത്രയാണ് അല്ലേ. അപ്പോൾ എന്താണ് എക്കോണമിയിൽ നാഷണൽ ഇൻകം ഉണ്ടായത്, അത് മാത്രമാണ് എടുത്ത് നമ്മൾ പറയുന്നത്. അതാണ് വാട്ട് ഈസ്. എന്താണോ യഥാർത്ഥത്തിൽ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയുന്നതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് റെഫേർഡ് ടു ആസ് വാട്ട് ഈസ് എക്കണോമിക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എക്കോണമിയിൽ എന്താണോ, വാട്ട് ഈസ് ഹാപ്പനിങ്, ഓക്കെ, ആൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഓഫ് ആൻ എക്കോണമി ഡിപ്പെൻഡിങ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രോസസ്സാണ്, ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫ് ഫ്യൂച്ചർ ഓഫ് ആൻ എക്കോണമി, ഒരു എക്കോണമിയുടെ ഫ്യൂച്ചർ പാസ്റ്റ് അല്ലേ, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് റിസോഴ്സസ് ബേസ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചർ നമ്മൾ പറയുക. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഹാപ്പൻ, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്കണോമിക്സ്. ഇതൊരു എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ദാറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്. അതിനകത്ത് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് വാട്ട് ഈസ്, എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അതിനകത്ത് വാല്യൂ ജഡ്ജ്മെൻറ്റ്സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വാല്യൂ ജഡ്ജ്മെൻറ്റ്സിന് ഒന്നും പ്രാധാന്യമില്ലാത്ത ഒരു എക്കണോമിക്സ് ആണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് വാട്ട് എവർ ഡാറ്റ ഈസ് അവൈലബിൾ അറ്റ് ഹാൻഡ് ആൻഡ് ഡിസ്ക്രൈബ്സ് ഫ്യൂച്ചർ സിറ്റുവേഷൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻറ്റ് ഡാറ്റ. ഇപ്പം നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ പാസ്റ്റ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, പ്രസൻറ്റ് ഡാറ്റ ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് അതിനകത്ത് വേറെ ഒരു ജഡ്ജ്മെൻറ്റ്സോ വേറെ കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഓക്കെ, വേറെ ഒരു കാര്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല. അപ്പം പോസിറ്റീവ് എക്കണോമിക്സ് പറഞ്ഞാൽ വാട്ട് ഈസ്, എക്കോണമിയിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് മാത്രം പറയാം. അതിനകത്ത് ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി, ഇതെങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊന്നുമല്ല അല്ലേ, അങ്ങനെയൊന്നുമില്ല. വാട്ട് ഈസ് മാത്രം. അപ്പോൾ വാട്ട് ഈസ് എക്കണോമിക്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ എടുക്കാനുള്ള നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ആക്ച്വലി ഗോയിങ് ഓൺ ഇൻ ദ എക്കോണമി ആൻഡ് ദേ ക്യാൻ എയ്തർ ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫാക്ട്സ് പ്രസൻറ്റഡ് അല്ലേ. പോസിറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ആക്ച്വലി ഗോയിങ് ഓൺ in the economy and they can either be accepted or rejected depending on the facts presented. അത്രയേ ഉള്ളൂ. അപ്പോൾ നോർമാറ്റീവ് എക്കണോമിക്സ് എന്തായിരിക്കും, സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൽ നിന്നും അല്ലേ. അതായത് വാട്ട് ഓട്ട് ടു ബി ആണ്. ഓട്ട് പറഞ്ഞാൽ എന്താ, OUGHT, ഓട്ട് എന്ന് പറഞ്ഞാൽ ഷുഡ് അല്ലേ, എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പം എന്താണ് എന്നുള്ളത്, വാട്ട് ഈസ് എന്താണ് എന്നുള്ളത് പോസിറ്റീവ് എക്കണോമിക്സ് ആയാൽ നോർമാറ്റീവ് എക്കണോമിക്സ് എന്തായിരിക്കും, എങ്ങനെയാണ് നോർമാറ്റീവ് എക്കണോമിക്സ് വാട്ട് ഓട്ട് ടു ബി അല്ലെങ്കിൽ ഇന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഗവൺമെൻറ് ഷുഡ് ബി സ്പെൻഡ് ദിസ് എമൗണ്ട് ഫോർ ദ പബ്ലിക് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അതാണ് നോർമാറ്റീവ് എക്കണോമിക്സ്. ഗവൺമെൻറ് ഇത്ര ചിലവാക്കിയിരിക്കണം അല്ലേ പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഷുഡ് ബി വരുന്നുണ്ട് അല്ലേ. വാട്ട് ഓട്ട് ടു ബി എന്തായിരിക്കണം എന്നുള്ളത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ്. സോ normative economics is the study of how the economy should be, how the economy should be, എങ്ങനെ ആയിരിക്കണം ഒരു എക്കോണമി ഉണ്ടാവുന്നത് അല്ലേ. So it is also known as policy economics wherein normative statements like opinions and judgments are used
ഇവിടെ ഒപ്പീനിയൻസും ജഡ്ജ്മെൻറ്റ്സിനും ഒക്കെ പ്രാധാന്യമുണ്ട്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് എന്തായിരിക്കണം എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് നോർമാറ്റീവ് എക്കണോമിക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒപ്പീനിയൻസും വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനൊക്കെ പ്രാധാന്യമുണ്ട്. ഇറ്റ് ഡിറ്റർമിൻസ് ദ ഐഡിയൽ എക്കോണമി ബൈ ഡിസ്കഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. ഒരു ഐഡിയൽ എക്കോണമിയെ ഡിറ്റർമിൻ ചെയ്യും അല്ലേ, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എക്കോണമിയെ ഡിറ്റർമിൻ ചെയ്യും ബൈ ഡിസ്കഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് അല്ലേ. എങ്ങനെയാണ്? ബൈ ഡിസ്കഷൻ ഓഫ് ഐഡിയാസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. ശരിയല്ലേ? ഐഡിയാസും ജഡ്ജ്മെൻറ്റ്സും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് what is while normative economics deals with what should be അല്ലേ. ഡിഫറൻസ് പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് what is while normative economics deals with what should be. Positive economics deals with facts while normative economics deals with opinions on what a desirable economy should be. പോസിറ്റീവ് എക്കണോമിക്സ് ഫാക്ട്സ് ജസ്റ്റ് എന്താണോ സംഭവിക്കുന്നത് ആ ഫാക്ട്സ് ബേസ് ചെയ്തിട്ടുള്ളത് മാത്രമാണ്. പക്ഷേ നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഒപ്പീനിയൻസ് ഓൺ വാട്ട് എ ഡിസൈറബിൾ എക്കോണമി ഷുഡ് ബി. ഒരു ഡിസൈറബിൾ എക്കോണമി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒപ്പീനിയനാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അതാണ് നോർമാറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഒപ്പീനിയൻസ് ഓൺ വാട്ട് എ ഡിസൈറബിൾ എക്കോണമി ഷുഡ് ബി. ദെൻ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നതും എന്താണ്? പോസിറ്റീവ് ആണ്. വൈൽ നോർമാറ്റീവ് എക്കണോമിക്സ് ഈസ് കോൾഡ് പോളിസി എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. അതിൻ്റെ റീസൺ നമുക്കറിയാം, വാട്ട് ഈസ് അല്ലെങ്കിൽ ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ് ആണ്. പക്ഷേ നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് പോളിസി എക്കണോമിക്സ് ആണ്. Then positive economic statements can be tested using scientific methods. Scientific methods യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പോസിറ്റീവ് എക്കണോമിക്സ്. while normative economics cannot be tested. നോർമാറ്റീവ് എക്കണോമിക്സിന് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല, ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പം പോസിറ്റീവ് എക്കണോമിക്സ് വാട്ട് ഈസ് ആണെങ്കിൽ നോർമാറ്റീവ് എക്കണോമിക്സ് വാട്ട് ought to be, OUGHT, ought to be അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി. മനസ്സിലായില്ലേ? എന്തായിരിക്കണം. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഫാക്ട്സ് അല്ലേ. ഫാക്ട്സ് എന്താണോ ഉള്ളത്, വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓർ വാട്ട് ഈസ് ഹാപ്പനിങ്, അത് മാത്രം. നോർമാറ്റീവ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ഒപ്പീനിയൻസ് ഓൺ വാട്ട് എ ഡിസൈറബിൾ എക്കോണമി ഷുഡ് ബി. പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് ഈസ് ഓൾസോ കോൾഡ് policy economics. Okay, feel the difference. Then positive economic statements can be tested using അങ്ങനെയാണ് സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമാറ്റീവ് എക്കണോമിക്സ് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പം വളരെ സിമ്പിളായിട്ട് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ടു വാച്ച് ഇറ്റ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതേപോലെ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.